നമസ്കാരം. ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം. ഓം പരാശക്തിയേ നമഃ. ദേവിക്ക് അനന്തകോടി പ്രണാമം. ദേവി ഉപാസനയിൽ ഏറ്റവും പ്രധാനമാണ് ലളിതാ സഹസ്രനാമം. അതിലൂടെ ഒരു വ്യക്തിയുടെ ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതവും ഉന്നതിയെ പ്രാപിക്കുന്നു. അഥവാ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷത്തെയും ആനന്ദപൂർണമാക്കുന്നു. ഏത് പ്രതിസന്ധിയെയും സ്വയം അതിജീവിക്കാനുള്ള ശക്തി നൽകുന്നു. ശ്രീ ലളിതാ മഹാ ത്രിപുരസുന്ദരി ദേവിയെ മന്ത്രാർത്ഥ ഗാംഭീര്യവും കാവ്യഭംഗിയും ശ്രവണ സൗകുമാര്യവും ഒത്തിണങ്ങിയ 1000 നാമങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നതാണ് ലളിതാ സഹസ്രനാമം. ജന്മജന്മാന്തരമുള്ള ദുരിതങ്ങളെ നീക്കി ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഈ ജീവിതം ധന്യമാക്കുവാനും ആധ്യാത്മിക ഭൗതിക നേട്ടങ്ങൾ ഒരേപോലെ അനുഭവിക്കാനും ഈ ലളിതാ സഹസ്രനാമം നിങ്ങളെ സഹായിക്കും. ഉജ്ജ്വലമായ കർമ്മവിജയവും സമ്പദ് സമൃദ്ധിയും സന്തോഷവും ഐക്യവും നിറഞ്ഞ കുടുംബജീവിതവും ആത്മീയ ഉന്നതിയും കൈവരുവാൻ ഭാരതം മുഴുവനും ഇത് കാലങ്ങളായി അനുഷ്ഠിച്ചു വരുന്നു. വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അവസ്ഥകളും നമ്മുടെ ഭാവി ജീവിതത്തിന് അനുകൂലമായി തീരുവാനും ജീവിതം ആനന്ദപൂർണമാക്കുവാനും വേണ്ടി ലളിതാ ത്രിപുരസുന്ദരിയുടെ 108 നാമങ്ങൾ ജപിച്ച് ഉപാസിക്കുന്നത് വളരെയേറെ ഗുണമാണ്. സമൃദ്ധിയുടെ പൂർണ്ണതയാണ് ലളിതാ സഹസ്രനാമം. ഏറ്റവും വലിയ ത്രിപുരങ്ങളുടെ അതിദേവതയാണ് മഹാ ത്രിപുരസുന്ദരിയായ ലളിതാംബിക. നിത്യനൂതനവും ശാശ്വതവുമായ സൗന്ദര്യത്തെ ത്രിപുരസുന്ദരിയായ ലളിതാദേവി പ്രതിനിധാനം ചെയ്യുന്നു. ശുദ്ധബോധത്തിൽ നിന്നാണ് യഥാർത്ഥ സൗന്ദര്യം ആവിർഭവിക്കുന്നത്. വേദവിജ്ഞാനത്തിന്റെ അതിദേവതയാണ് ദേവി. അതുകൊണ്ട് തന്നെ യോഗികളുടെയും ഗുരുനാഥന്മാരുടെയും ഇഷ്ടദേവത കൂടിയാണ് ലളിതാദേവി. മനുഷ്യന്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെയാണ് ത്രിപുരങ്ങൾ എന്ന് പറയുന്നത്. ഇവയുടെ നാഥനായതുകൊണ്ട് ദേവിയെ ത്രിപുരസുന്ദരി എന്ന് വിളിക്കുന്നു. മാത്രമല്ല, ജാഗ്രസ്വൽപ്പന്ന സുഷ്പിതി എന്ന അവസ്ഥാത്രയങ്ങൾക്ക് അതീതയായി വർത്തിക്കുന്നവൾ എന്നർത്ഥത്തിൽ ദേവിയെ ത്രിപുരസുന്ദരി എന്ന് പറയുന്നു. ശ്രീചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയായ ലളിത ത്രിപുരസുന്ദരി വിശ്വചൈതന്യത്തെ പൂർണ്ണമായും തന്നിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. ദേവിയുടെ ലീലാവിലാസങ്ങളായിട്ടാണ് പ്രപഞ്ച പ്രതിഭാസങ്ങളെ ഋഷിമാർ കണക്കാക്കുന്നത്. ചുവന്ന നിറത്തോടു കൂടിയ മനോഹരിയായ യുവതിയായിട്ടാണ് തന്ത്രശാസ്ത്രങ്ങളിൽ ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത്. ലളിതാദേവിയുടെ ഉപാസകനാണ് അഗസ്ത്യ മഹർഷി. അറിവ് നേടുവാൻ മഹാത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. പതിവ്രതയായ സ്ത്രീകൾക്ക് ത്രിപുരസുന്ദരിയുടെ ശക്തി കൂടുതൽ ഉണ്ടാകുമെന്ന് ഋഷിമാർ പറയുന്നു. ഇതിനെ പാതിവ്രത്യ ശൈത്യമെന്ന് പറയുന്നു. പ്രപഞ്ചമാതാവായ ആ പരാശക്തിയുടെ അപാരകാരുണ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം പരാശക്തിയേ നമഃ.